തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച തൃശൂർ കോർപ്പറേഷൻ കൌൺസിലർ ലാലി ജെയിംസിനെ കോൺഗ്രസിൽ തിരിച്ചെടുത്തു. ലാലി ജെയിംസ് KPCCക്ക് മാപ്പ് എഴുതി നൽകിയതോടെയാണ് തിരിച്ചെടുത്തത്. KPCC DCC നേതൃത്വവുമായി സംസാരിച്ചുവെന്നും നേതാക്കൾക്ക് അവമതിപ്പുണ്ടായെങ്കിൽ ഖേദം രേഖപ്പെടുത്തുന്നുണ്ടെന്നും ലാലി ജെയിംസ് 24-നോട് പറഞ്ഞു. UDFന്റെ കോൺഗ്രസിന്റെ കൗൺസിലർ ലാലി ജെയിംസ് നമ്മോടൊപ്പം ചേരുന്നു. ചില പ്രതികരണങ്ങളൊക്കെ തെറ്റായി പോയി KPCCക്ക് കത്തെഴുതി കൊടുത്തു എന്നൊക്കെ പറയുന്നു. തിരിച്ച് പാർട്ടിയിലേക്ക് വരാൻ കഴിയുമെന്ന പ്രതീക്ഷ എത്രത്തോളം? 100% ഞാൻ വന്നു കഴിഞ്ഞല്ലോ. കാരണം കഴിഞ്ഞ 3 ദിവസമായി സ്ഥാനാർത്ഥിയോടൊപ്പം രാജൻ ജെ പല്ലനോടൊപ്പം പ്രചരണ വേളകളിൽ ഞാനുണ്ട്. എന്നെ പാർട്ടി പുറത്താക്കിയതല്ല, എന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോൾ വലിയൊരു അവസരമാണ്. എന്ത്, നമ്മുടെ സ്ഥാനാർത്ഥി വിജയിക്കണം, സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം, UDF സർക്കാരുണ്ടാകണം. അതിനെല്ലാവരും പരിശ്രമിക്കുമ്പോൾ ഇത്രയും ഭൂരിപക്ഷം കിട്ടി ഞാൻ എന്തിനാ പുറത്തു നിൽക്കുന്നത്? എൻ്റെ പാർട്ടി എനിക്ക് വീണ്ടും അവസരം നൽകിയിരിക്കുക. ഒരു പുത്തൻ ഉണർവ്, ആവേശം. ഞാൻ ചോദിക്കുന്ന സംസാരത്തിൽ അന്നുണ്ടായ സംഭവങ്ങളിൽ ഒരു വിഷമം തോന്നുന്നു. അതായത് കൃത്യമായിട്ട് തന്നെ ഞാനതിനെ രേഖാമൂലം കത്തുകൊടുത്തു. ഇപ്പോൾ പരസ്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്താ ഞാൻ പറയുന്നത് എൻ്റെ മേയർഷിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അന്നത്തെ പ്രസ്താവനകളിൽ പാർട്ടിക്കോ പാർട്ടി നേതാക്കൾക്കോ ഏതെങ്കിലും അവമതിപ്പുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ ഖേദം രേഖപ്പെടുത്തുന്നു. അതിലെല്ലാം ഉണ്ട്. പിന്നെ ഓരോന്നും നമ്മൾ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാം അതിനകത്തുണ്ട്. ഞാൻ ഖേദം രേഖപ്പെടുത്തുന്നു. 3 ദിവസം മുമ്പേ തന്നെ ദേശീയ നേതാക്കളും KPCC നേതാക്കളും ഇടപെട്ടിരുന്നു. ബന്ധപ്പെട്ട ടാജറ്റ് വക്കീലിനെ DCC പ്രസിഡന്റിനോട് തിരിച്ചെടുക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഒരാഴ്ച മുമ്പേ തന്നെ നടന്നു കഴിഞ്ഞു. ഉള്ളിലായി മറ്റൊന്നുമില്ല. തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ശക്തമായിട്ട് ഇവിടെ 25 വർഷം കൗൺസിലറായിരുന്ന രാജൻ ജെ പല്ലൻ പ്രതിപക്ഷ നേതാവായും മേയറായും നിരവധി വികസന പ്രവർത്തനങ്ങൾ ചെയ്ത് നാടറിയുന്ന നമ്മളെല്ലാവരും ചേർത്ത് പിടിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരൻ നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ഇവിടെ വിജയിക്കുമെന്ന് ഉറപ്പുണ്ട്. അദ്ദേഹത്തിനോട് ചേർന്ന് നിന്നുകൊണ്ട് ഭൂരിപക്ഷം കൂട്ടുന്ന പ്രക്രിയയിൽ ഞാനും പങ്കാളിയാണ്. ബിനേഷ് ബാബുരാജിനൊപ്പം ശ്രീകുമാരൻ, 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.